ഹലോ മച്ചൂസ്, ദിസ് ഈസ് സിനിമ ടോക്ക് മച്ചൂസ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2015 റിലീസ് ചെയ്ത ജോർജിയൻ സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ മൂവിയായിട്ടുള്ള ലാൻഡ് മൈൻ ഗോസ്റ്റ് ക്ലിക്ക്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് 3 പേർ ഒരു ജീപ്പിൽ എങ്ങോട്ടോ യാത്ര പോകുന്നതാണ്. അവർ 3 പേരും അടുത്ത സുഹൃത്തുക്കളാണ്. ഇതിലെ ചുവന്ന രൂപപ്പെട്ട ആളാണ് നമ്മുടെ കഥാനായകൻ ക്രിസ്. ഈ വെളുത്ത മുടിക്കാരിയാണ് അലീഷ, അവളാണ് ഈ കഥയിലെ നായിക. കൂട്ടത്തിലുള്ള മൂന്നാമനാണ് ഡാനിയൽ. ഡാനിയലും അലീഷയും വിവാഹം കഴിക്കാൻ പോവുകയാണ്. സത്യത്തിൽ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് ഡാനിയലാണ്. ഡാനിയലും അലീഷയും തമ്മിലുള്ള വിവാഹത്തിന് മുമ്പ് ക്രിസ്തുമൊത്ത് ഒരു ട്രിപ്പ് വരണമെന്ന് ഡാനിയലാണ് പറഞ്ഞത്. പിന്നെ കാണിക്കുന്നത് അവർ മൂവരും ഒരു വ്യൂ പോയിന്റിൽ എത്തുന്നതാണ്. പക്ഷെ എന്തോ ഡാനിയലും അലീഷയും അടുത്തിടപഴകുന്നത് ക്രിസ്ത്യൻ അത്ര പിടിക്കുന്നില്ല. അവൻ അവിടെ നിന്നും താഴേക്ക് പോകുന്നു. രാത്രിയാകുന്നു. അലീഷയും ഡാനിയലും ക്രിസിനോട് ചോദിക്കും, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അപ്പോൾ ക്രിസ് പറയും, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന്. ഡാനിയൽ ക്രിസിനോട് പറയുന്നു, നീയാണ് എൻ്റെ ലൈഫിലെ ബെസ്റ്റ് പേഴ്സൺ. പിന്നീട് അവരവരുടെ ടെന്റിലേക്ക് ഉറങ്ങാൻ പോകുന്നു. പിന്നെ കാണിക്കുന്ന സീൻ രാവിലെയാണ്. ക്രിസ് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു മൊട്ടത്തലയൻ അവരുടെ ബാഗിൽ എന്തോ തിരയുന്നു. ക്രിസ് അതേതോ കള്ളനാന്ന് പറഞ്ഞ് അയാളെ തെള്ളിയിട്ട് അടിക്കാൻ നോക്കുന്നു. അപ്പോൾ മൊട്ട പറയും, ഞാൻ ഡേവി, ഡാനിയലും അലീഷയും പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോഴാണ് ഡാനിയലും അലീഷയും അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴാണ് ഡാനിയൽ ഡേവിയെ ക്രിസിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അത് കഴിയുമ്പോൾ ഡേവി അവരോട് 3 പേരോടും പറയും, ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് തരാം. എന്നിട്ട് ഒരു സ്ഥലം കാണിച്ചു കൊടുക്കും. അവർ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോയി നിൽക്കുന്നു. അപ്പോൾ ഡേവി പറയും, നിങ്ങൾ നിൽക്കുന്ന പൊസിഷൻ ശരിയല്ല, നിങ്ങൾ കുറച്ച് വലത്തേക്ക് നീങ്ങണമെന്ന്. അതായത് ക്രിസ് നിൽക്കുന്നിടത്തേക്ക്. അങ്ങനെ അവർ പതുക്കെ പതുക്കെ നീങ്ങുന്നു. അങ്ങനെ അവർ നീങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് എന്ന ശബ്ദം കേൾക്കുന്നു. ക്യാമറയിലൂടെ നോക്കുന്ന ഡേവി പേടിച്ച് പുറകോട്ടേക്ക് പോകുന്നു. ഡേവി ക്രിസിനോട് പറയും, നീ അനങ്ങരുത്, നീ അനങ്ങിയാൽ പൊട്ടിത്തെറിച്ച് മരണപ്പെടും. എന്നിട്ട് ഡേവി ക്രിസിനോട് പറയും, നീ ഇപ്പോൾ ചവിട്ടിയിരിക്കുന്നത് ഒരു അണ്ടർ മൈനിലാണ്. ഡാനിയൽ അവിടുത്തെ പോച്ചമായിട്ട് നോക്കുമ്പോൾ കാണുന്നു ഡേവി പറഞ്ഞ പോലെ ഒരു അണ്ടർ മൈൻ. ഡേവി അവരോട് പറയും, ഞാൻ സഹായത്തിന് ആളെ വിളിച്ചു കൊണ്ടുവരാം, പക്ഷേ ഒരു കാരണവശാലും ക്രിസ് അവിടെ നിന്ന് അനങ്ങരുത്. അതും പറഞ്ഞ് ഡേവി താഴേക്ക് പോകുന്നു. ഡാനിയൽ ക്രിസിന്റെ അടുത്തു നിന്ന് മാറുന്നില്ല. ഡാനിയൽ ക്രിസിനോട് പറയും, നീ എൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയാണ്, എന്നെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല, നിന്നെ ഞാൻ രക്ഷിക്കും. പിന്നെ കാണിക്കുന്നത് ഡേവിയെയാണ്. ഡേവി അവിടെ നിന്ന് ദൂരെ ഒരു മലയുടെ മണ്ടയിൽ പോയി അവരെ നിരീക്ഷിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ ഡാനിയലും അലീഷയും കൂടെ എമർജൻസി കോൾ ചെയ്യുന്നതാണ്. ഡാനിയൽ കോൾ കട്ട് ചെയ്യും. അലീഷ ചോദിക്കും, എന്താണ് അവർ പറഞ്ഞത്, എപ്പോൾ അവർ വരുമെന്ന്. അപ്പോൾ ഡാനിയൽ അലീഷയോട് പറയും, അവർ പ്രോസ്റ്റിറ്റ്യൂട്ടുകളെ സഹായിക്കില്ല എന്ന്. അത് കേൾക്കുന്ന അലീഷ ചോദിക്കും, ഡാനിയൽ നീ എന്താണ് ഈ പറയുന്നതെന്ന്. അപ്പോൾ ഡാനിയൽ ചോദിക്കും, നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു. അലീഷ ക്രിസിനോട് ചോദിക്കും, നീ എന്താണ് അവനോട് പറഞ്ഞതെന്ന്. അപ്പോഴാണ് ക്രിസ് പറയുന്നത്, നമ്മളുടെ കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞ് ഞാൻ സോറി പറഞ്ഞെന്ന്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അലീഷയും ക്രിസും തമ്മിൽ ഫ്രണ്ട്സിന് മുകളിൽ ബന്ധമുണ്ടായിരുന്നെന്ന്. ക്രിസും അലീഷയും തമ്മിലുള്ള ബന്ധം മറിഞ്ഞിട്ടാണ് ഡാനിയൽ അവരെയും കൊണ്ട് മനഃപൂർവ്വം ഇങ്ങോട്ടേക്ക് ട്രിപ്പിന് വന്നത്. സത്യത്തിൽ ഈ അണ്ടർമൈൻ ഡാനിയലിന്റെ കൂട്ടുകാരൻ ഡേവിയുടെയും ഒരു ട്രാപ്പായിരുന്നു. ക്രിസ് ഡാനിയലിനോട് പറയും, നീ ചുമ്മാ തമാശ കളിക്കാതെ നിർത്താൻ, ഇത് തമാശയൊന്നുമല്ല എന്ന് പറഞ്ഞ് ഡാനിയൽ അവിടെ ഒളിഞ്ഞു കിടന്ന് ആ മൈനിന്റെ ഒരു ലോക്ക് വലിച്ചൂരുന്നു. ഡാനിയൽ പറയും, ഇനി ഇത് തമാശയല്ല. എന്നിട്ട് ഡാനിയൽ അവിടെ ഒളിപ്പിച്ചു വെച്ച ഒരു മണ്ണുകൊത്തി എടുത്ത് അവിടെ കൊത്തിവെക്കുന്നു. അതുകൊണ്ട് അലീഷ ക്രിസിനടുത്ത് ഒരു കുഴി വെട്ടുക, എന്നിട്ട് അതിലേക്ക് ക്രിസിനെ തെള്ളിയിടുക. ഭാഗ്യമുണ്ടെങ്കിൽ അവൻ അവിടെ രക്ഷപ്പെടും, അല്ലെങ്കിൽ ആ കുഴിയിലിട്ട് തന്നെ അവനെ മൂടാൻ. ഡാനിയൽ ആ ലോക്ക് കാട്ടിലേക്ക് എറിഞ്ഞിട്ട് അവരെ ഇവിടെ വിട്ടിട്ട് പോകും. അലീഷ ആ ലോക്ക് എവിടെ നിന്നോ തപ്പിപ്പിടിച്ചുകൊണ്ട് വരുന്നു. ക്രിസിന് സമാധാനത്തിന് വേണ്ടി അലീഷ പറയും, ആ ലോക്ക് വീണു എന്ന്. അപ്പോൾ അലീഷ പറയും, നമ്മൾക്ക് ഇത് എത്രത്തോളം കറക്റ്റായിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റില്ല, അതുകൊണ്ട് നീ കാലെടുക്കരുതെന്ന് പറയും. ക്രിസ് അലീഷയോട് ചോദിക്കും, ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന്. അലീഷ പറയും, ഡാനിയൽ പറഞ്ഞതുപോലെ നമുക്ക് കുഴിക്കാമെന്ന്. പിന്നെ കാണിക്കുന്ന സീൻ കുറച്ച് പ്രായമുള്ള ഒരാൾ ഒരു തോക്കും ഒരു നായയുമായി അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നതാണ്. അയാൾ നോക്കുന്നത് ക്രിസ് കാണുന്നു. അങ്ങനെ ക്രിസും അലീഷയും അയാളെ സഹായത്തിന് വിളിക്കുന്നു. അയാൾ ഓടി വന്ന് 2 പേരുടെ നേർക്ക് തോക്ക് ചൂണ്ടുന്നു. അപ്പോൾ അലീഷ അയാളോട് പറയുന്നു, ക്രിസ് ഒരു അണ്ടർ മൈനിൽ ചവിട്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് അയാൾ തോക്ക് താഴ്ത്തുന്നത്. അവർ അയാളോട് ചോദിക്കും, ആ മൈനിന്റെ അടുത്തായിട്ട് കുഴിയെടുത്ത് തരാമോ എന്ന്. അപ്പോൾ അയാൾ ഇല്ല എന്നാണ് പറയുന്നത്. അയാളോട് ചോദിക്കുന്നുണ്ട്, കൈ ഫോൺ വല്ലതും ഉണ്ടോ എന്ന്. അപ്പോൾ അയാൾ ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അയാൾ അലീഷയോട് ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ പെട്ടുപോയത്. അലീഷ പറയും, എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ ഞങ്ങളെ ട്രാപ്പ് ചെയ്തതാണ്. അപ്പോൾ അയാൾ ചോദിക്കും, നിന്നെ കെട്ടാൻ പോകുന്ന ആൾ എന്തിനാ ഇവനെ ട്രാപ്പ് ചെയ്തതെന്ന്. അലീഷ പറയും, ഞാനും എന്നെ കെട്ടാൻ പോകുന്ന ആളും ക്രിസും അടുത്ത സുഹൃത്തുക്കളായിരുന്നു, പക്ഷെ ഞാനും ക്രിസും ഒരു രാത്രി ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ട്, അതറിഞ്ഞാണ് അയാൾ ഇങ്ങനെ ചെയ്തത്. അത്രയും നേരം നോർമലായി സംസാരിച്ച അയാൾ പതുക്കെ പതുക്കെ സംസാരം മാറി വരുന്നു. അയാൾ അലീഷയുടെ അടുത്തേക്ക് വന്ന്, ഓ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും. കേൾക്കുന്ന ക്രിസ് അയാളെ തെറി പറയുന്നു. അയാൾ അവരോട് പറയും, എന്നെ തെറി പറഞ്ഞാൽ ഞാൻ ഹെൽപ്പ് ചെയ്യില്ല എന്ന്. അപ്പോൾ അലീഷ പറയും, അങ്ങനെ പറയരുത്, ഇവിടെ വേറെ ആരുമില്ല ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനെന്ന്. അപ്പോൾ അയാൾ അവരോട് ചോദിക്കും, കുഴിയെടുത്ത് തന്നാൽ എനിക്കെന്താ ഉപകാരം, എനിക്കെന്ത് കിട്ടുമെന്ന്. എന്നിട്ട് അയാൾ അവരുടെ ബാഗിനടുക്കിലേക്ക് ഓടും.
അയാൾ പറയും, ശരി ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം, പക്ഷെ എനിക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്ന്. ബാഗിൽ നിന്ന് അലീഷയുടെ ഒരു വസ്ത്രം എടുത്തുകൊണ്ട് അയാൾ വരുന്നു. അത് കാണുന്ന ക്രിസ് അയാളെ വിളിക്കും. എന്നിട്ട് അവൻ്റെ കയ്യിലുള്ള പൈസയും ക്രെഡിറ്റ് കാർഡും ഒക്കെ അയാളുടെ കയ്യിൽ കൊടുക്കും. അയാൾ ആ ക്രെഡിറ്റ് കാർഡും പൈസയും താഴേക്ക് ഇടുന്നു. എന്നിട്ട് പറയും, എനിക്ക് അമേരിക്കൻ ഡോളർ ഇഷ്ടമല്ല. എന്നിട്ട് അയാൾ അലീഷ അടുക്കിലേക്ക് പോയി അവളുടെ ഡ്രസ്സിൽ കയറി പിടിക്കും. എന്നിട്ട് പറയും, എനിക്ക് ഇതാണ് വേണ്ടത്. അത് കാണുന്ന ക്രിസ് ദേഷ്യത്തോട് അലച്ച് അയാളെ തെറി പറയും, നീ ഞങ്ങളെ സഹായിക്കേണ്ട, ഞാൻ എൻ്റെ കാലെടുത്തോളാമെന്ന് പറഞ്ഞ് ദേഷ്യത്തോട് സംസാരിക്കും. ക്രിസ് കാലെടുക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അലീഷ പറയും, കാലെടുക്കരുത്, ഞാൻ പിന്നെ കുത്തിയിട്ടില്ല എന്ന്. അത് കേൾക്കുന്ന ക്രിസ് ഞെട്ടുന്നു. അലീഷ ക്രിസിനോട് പറയും, ഞാൻ നീ കുറച്ചു നേരം സമാധാനമായിട്ട് നിൽക്കട്ടെ എന്ന് വെച്ചാണ് പിൻ കുത്തി എന്ന് പറഞ്ഞത്. അത് കേട്ട് ക്രിസ് നിസ്സഹായനായിട്ട് നിൽക്കുന്നു. അയാൾ പറഞ്ഞതുപോലെ അലീഷ ഡ്രസ് ഒരുക്കി കൊടുക്കുന്നു. അയാൾ പറഞ്ഞതുപോലെ തന്നെ ക്രിസിനടുക്കൽ പോയി ഒരു കുഴി എടുക്കാൻ തുടങ്ങുന്നു. അയാൾ കുഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാളുടെ ബാഗിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. അതൊരു വോക്കി ടോക്കി ആയിരുന്നു. അത് കാണുന്ന അലീഷ അയാളോട് ചോദിക്കും, ഞങ്ങൾക്ക് അതൊന്ന് യൂസ് ചെയ്യാൻ തരാമോ എന്ന്. അപ്പോൾ അയാൾ അവരോട് പറയും, ഞാൻ നിങ്ങൾക്ക് കുഴിച്ചു തന്ന് സഹായിച്ചാൽ പോരെ എന്ന്. ഇത് കേൾക്കുന്ന അലീഷയും ക്രിസും ഒരേപോലെ പറയും, ഇയാൾ ഞങ്ങൾക്ക് കുഴിച്ചു തരണ്ട, പകരം 112-ൽ വിളിച്ചാൽ മതിയെന്ന്. അയാൾ അലീഷയോട് പറയും, ഞാൻ 112-ൽ വിളിച്ചു തന്നാൽ നീ എന്ത് തരുമെന്ന്. ഇത് കേൾക്കുന്ന അലീഷ അയാളോട് പറയും, ഞങ്ങളുടെ അവസ്ഥ കാരണമാണ് ഇയാളോട് സഹായം ചോദിച്ചതെന്ന്. അപ്പോൾ അയാൾ പറയും, ഞാൻ നിങ്ങളെ സഹായിച്ചാൽ എനിക്കും എന്തെങ്കിലും ഗുണം വേണ്ടേ. ഇത് കേൾക്കുന്ന അലീഷ ദേഷ്യത്തോടെ തന്നെ കുഴിയെടുക്കുന്നു. പക്ഷെ അത് അലീഷയ്ക്ക് പറ്റില്ലെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അങ്ങനെ അലീഷ അയാളോട് ചോദിക്കും, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. അയാൾ അലീഷയോട് പറയും, ഞാൻ നിനക്ക് 112-ൽ വിളിച്ചു തരാം, പകരം ഞാൻ പറയുന്ന കാര്യം നീ അനുസരിക്കണമെന്ന്. എന്നിട്ട് അലീഷയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ആ ഡ്രസ് വലിച്ചെറിഞ്ഞിട്ട് പറയും, ഒരു നായയെ പോലെ അത് കടിച്ചെടുത്തോണ്ട് വരാൻ. അത് കേൾക്കുന്ന ക്രിസ് ദേഷ്യത്തോടെ പറയും, ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നീ ഇവിടെ വെച്ച് ഇടിക്കുമെന്ന്. അയാൾ പറയുന്നത് കേൾക്കാതെ വേറെ വഴിയില്ലെന്ന് അലീഷയ്ക്ക് മനസ്സിലാകുന്നു. അയാൾ പറയുന്ന പോലെ തന്നെ ഒരു നായയെപ്പോലെ അലീഷ ആ ഡ്രസ് എടുത്തു കൊടുക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിസ്സഹായനായി നിൽക്കുന്ന ക്രിസിന് അയാളോട് ഭയങ്കരമായ ദേഷ്യം തോന്നുന്നു. അങ്ങനെ അയാൾ ആ വോക്കി ടോക്കി അലീഷയ്ക്ക് കൊടുക്കുന്നു. അലീഷ അതിലൂടെ ഹെൽപ്പ് ചോദിക്കുന്നു. എന്നാൽ മറുപടിയായിട്ട് വരുന്നത് ഇംഗ്ലീഷ് അല്ല, അത് ജോർജിയൻ ലാംഗ്വേജ് ആയിട്ടുള്ള കർട്ടൂലിയാണ്. അത് അയാൾക്ക് മാത്രമേ അറിയൂ. അയാളോട് അലീഷ പറയും, ഞങ്ങൾക്ക് ഈ ഭാഷ അറിയില്ല, ദയവേത് ഞങ്ങൾക്ക് വേണ്ടി അയാളോട് സഹായം ചോദിക്കണമെന്ന്. അപ്പോൾ അയാൾ പറയും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാം, പക്ഷേ നീ ഞാൻ പറയുന്നത് ചെയ്യണമെന്ന്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അയാൾ ഒരു വൃത്തികെട്ട സൈക്കോ ആണെന്ന്. അതെന്താണ് എന്ന് അവർ ചോദിക്കും. അപ്പോൾ ആ വൃത്തികെട്ട സൈക്കോ പറയും, നീ അൺഡ്രസ് ചെയ്യണമെന്ന്. താൻ പോടോ കോപ്പയെന്ന് പറഞ്ഞ് അലീഷ കുഴിക്കാൻ പോകും. ക്രിസ് എന്നിട്ട് അയാളോട് പറയും, തൻ്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല, താൻ പൊക്കോളൂ എന്ന്. അത് കേൾക്കുന്ന സൈക്കോ പറയും, ഓക്കെ ശരി, വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞു പോകുന്നു. അവിടെ കുഴിച്ചുകൊണ്ടിരുന്ന അലീഷയുടെ അടുക്കിലേക്ക് അയാൾ തിരികെ ഓടി വരുന്നു. എന്നിട്ട് അവളുടെ അടുക്ക വന്നിരിക്കുന്നു. എന്നിട്ട് അയാൾ പറയും, എൻ്റെ കൂട്ടുകാരൻ എന്നെ സൂപ്പ് കുടിക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് ഞാൻ പോകാൻ നിൽക്കുന്നത് നിങ്ങളുള്ളതുകൊണ്ടാണ്. അത് കാണുന്ന അലീഷ അയാളോട് പറയും, താൻ ഇന്ന് ഇവിടെ വന്നത് പോയി സൂപ്പ് കുടിക്കാൻ. സൈക്കോ അവിടെ നിന്ന് അലീഷ പിടിച്ചു വലിച്ചുകൊണ്ട് അവിടെ കൊണ്ടിടും. അപ്പോൾ അയാൾ പറയും, എനിക്കിപ്പോൾ സൂപ്പൊന്നും വേണ്ട എന്ന്. എന്നിട്ട് അവളോട് പറയും, ആ വോക്കി ടോക്കിലൂടെ അവൻ്റെ കൂട്ടുകാരനോട് പറ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന്. ഇയാൾ ഈ കാണിക്കുന്നത് കണ്ട് ക്രിസ് ദേഷ്യത്തോടെ പറയും, താനൊരു ഡാഷ് മോനാണ് എന്ന്. അപ്പോൾ ആ സൈക്കോ പറയും, നീ ഇപ്പോൾ പറഞ്ഞത് എൻ്റെ പേരല്ല, എൻ്റെ പേര് ഇലിയ എന്നാണ്. ആ സൈക്കോ പറഞ്ഞതുപോലെ അവൾ പറയും. പക്ഷെ അപ്പുറത്തുള്ള ആൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. ആ സൈക്കോ ഏരിയ അലീഷയോട് പറയും, എക്സ്പ്ലെയിൻ ചെയ്യ് എന്ന്. ഇത് കേൾക്കുന്ന ക്രിസ് പറയും, എടാ വൃത്തികെട്ടവന്, അവൾക്ക് അവൻ്റെ കൂട്ടുകാരനോട് പറ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന്. ഇയാൾ ഈ കാണിക്കുന്നത് കണ്ട് ക്രിസ് ദേഷ്യത്തോടെ പറയും, താനൊരു ഡാഷ് മോനാണ് എന്ന്. അപ്പോൾ ആ സൈക്കോ പറയും, നീ ഇപ്പോൾ പറഞ്ഞത് എൻ്റെ പേരല്ല, എൻ്റെ പേര് ഇലിയ എന്നാണ്. ആ സൈക്കോ പറഞ്ഞതുപോലെ അവൾ പറയും. പക്ഷെ അപ്പുറത്തുള്ള ആൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. ആ സൈക്കോ ഏരിയ അലീഷയോട് പറയും, എക്സ്പ്ലെയിൻ ചെയ്യ് എന്ന്. ഇത് കേൾക്കുന്ന ക്രിസ് പറയും, എടാ വൃത്തികെട്ടവന്, അവൾക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയൂ എന്ന്. സൈക്കോ ഇലിയ പറയും, എന്നാൽ നമുക്കൊരു ഗെയിം കളിക്കാം. നിങ്ങൾ പറയുന്ന ഇംഗ്ലീഷ് ഞാൻ എൻ്റെ ഫ്രണ്ടിന് ട്രാൻസ്ലേറ്റ് ചെയ്യാം, പകരം അലീഷ നീ അൺഡ്രസ് ചെയ്യണം. സൈക്കോ ഇലിയ അലറിക്കൊണ്ട് പറയും, ഇത് ജസ്റ്റ് ഗെയിമാണ്, ഇതിൻ്റെ റൂൾ ഇങ്ങനെയാണ്. അലീഷ ദേഷ്യത്തോട് അവളുടെ ഷൂ അയക്കും. ആ സമയം സൈക്കോ ഇലിയ പറയും, ഇങ്ങനെയല്ല, ഞാൻ പറഞ്ഞു തരാം. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് എന്താണ് പറയേണ്ടതെന്ന് നിങ്ങൾ എന്നോട് പറയണം, അത് ഞാൻ എൻ്റെ ഫ്രണ്ടിന് ട്രാൻസ്ലേറ്റ് ചെയ്യും. അങ്ങനെ ഓരോ തവണ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നീ നിൻ്റെ ഡ്രസ്സ് അയക്കണം. അങ്ങനെ നിങ്ങൾ പറഞ്ഞത് ഞാൻ എൻ്റെ കൂട്ടുകാരനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അവൻ ഓക്കെ ശരി എന്ന് പറഞ്ഞ് വോക്കി ടോക്കി ഓഫ് ചെയ്യുന്നത് വരെ ഞാൻ പറയുന്ന പോലെ നീ അൺഡ്രസ് ചെയ്യണം. ക്രിസ് സൈക്കോയോട് പറയുന്നു, ഞാൻ ഇലിയ, എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ് എന്ന് പറയുന്നു. സൈക്കോ അത് അയാളുടെ കൂട്ടുകാരനോട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അയാളുടെ മറുപടി, നീ എന്താ തമാശ കളിക്കുകയാണോ, നീ ഇപ്പോൾ ആരുടെ കൂടെയാണെന്ന് ചോദിക്കും. സൈക്കോ അലീഷയോട് പറയും അൺഡ്രസ് ചെയ്യാൻ. അങ്ങനെ അലീഷ അവളുടെ ഷർട്ട് അയക്കും. അലീഷ അടുത്ത കാര്യം പറയുന്നു, എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല, എൻ്റെ വോക്കി ടോക്കിയുടെ ബാറ്ററി ഡൗൺ ആണ്, ഞാൻ ഇവിടെ കുറച്ച് ടൂറിസ്റ്റുകളെ കണ്ടു, ഞാൻ ഉടനെ വരാം.
അടുത്ത കാര്യം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സൈക്കോയോട് പറയുന്നു. മറുപടിയായി വരുന്നത് ഓക്കെ ശരി പെട്ടെന്ന് വാ എന്നാണ്. സൈക്കോ ഇലിയ അലീഷയോട് പറയും ക്ലവർ ഗേൾ. സൈക്കോ ഇലിയോയോട് ക്രിസ് പറയുന്നു ഗെയിം ഓവറായി, ഇനി നീ ഇവിടെ നിൽക്കണ്ട, പോക്കോളാൻ. അങ്ങനെ സൈക്കോ അവന്റെ നായയും വിളിച്ചുകൊണ്ട് താഴേക്ക് പോകുന്നു. അലീഷ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നു. അത് കണ്ട് ക്രിസ് അവളെ സമാധാനിപ്പിക്കുന്നു. അപ്പോഴാണ് സൈക്കോ നിങ്ങൾ എന്നെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരികെ വരുന്നത്. അലീഷ അയാളോട് ചോദിക്കും താൻ എന്തിനാ വീണ്ടും ഇങ്ങോട്ട് വന്നതെന്ന്. സൈക്കോ ഇലിയ പറയും ഞാൻ എൻ്റെ കൂട്ടുകാരനോട് സൂപ്പ് കുടിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടില്ല, അത് പറയണമെന്ന്. ഇത് കേൾക്കുന്ന അലീഷ പറയും ഗെയിം ഓവർ ആയതാണ്, താൻ എന്തെങ്കിലും പറയും. അപ്പോൾ സൈക്കോ പറയും ഞാൻ എൻ്റെ കൂട്ടുകാരൻ ട്രാൻസ്ലേറ്റ് ചെയ്യും, പക്ഷേ നീ അണ്ടർസ്റ്റ് ചെയ്യണമെന്ന്. ഇത് കേൾക്കുന്ന അലീഷ അതിന് സമ്മതിക്കില്ല. അപ്പോൾ സൈക്കോ ഇലിയ അവൻ്റെ കയ്യിലുള്ള തോക്ക് അവൾക്ക് നേരെ ചൂണ്ടുന്നു. തോക്ക് ചൂണ്ടിക്കൊണ്ട് ഇലിയ സൈക്കോ പറയും ഞാൻ വെയിറ്റ് ചെയ്യുന്നു, നീ അണ്ടർസ്റ്റ് ചെയ്യുമെന്ന്. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ക്രിസ് പറയും ഞാൻ പൈസയായിട്ട് നിന്റെ വീട്ടിൽ വരാമെന്ന്. അത് കേൾക്കുന്ന സൈക്കോ ക്രിസിന് നേരെ തോക്ക് ചൂണ്ടുന്നു. ആ സമയം ക്രിസ് അലീഷയോട് പറയും ഓടിക്കോളാൻ. ഇത് കണ്ട് സൈക്കോ ക്രിസിന് നേരെ വന്ന് പറയും വേട്ടയാടാൻ സമയമായി. സൈക്കോ അലീഷയെ പിടിക്കാൻ പോകാൻ നേരം തോക്ക് താഴെയിട്ടിട്ടാണ് പോയത്. അത് കാണുന്ന ക്രിസ് അതെടുക്കാൻ നോക്കുന്നു. പക്ഷെ അവന്റെ കാൽ ആ മൈനിന്റെ മണ്ടയിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവൻ അനങ്ങാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അവന്റെ കയ്യിൽ ഒരു സാധനം കിട്ടുന്നത്. അത് വെച്ച് വലിച്ച് തോക്കെടുക്കാൻ പറ്റുമോ എന്ന് അവൻ ശ്രമിക്കുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ആ തോക്ക് അവൻ എടുക്കുന്നു. അപ്പോഴാണ് സൈക്കോ ഇലിയ അലീഷയും കൊണ്ട് വരുന്നത്. അവളുടെ കഴുത്തിൽ പട്ടിക്കിടേണ്ട ഒരു ബെൽറ്റ് ഇട്ടുകൊണ്ടാണ് വരുന്നത്. ഇത് കാണുന്ന ക്രിസ് ആ സൈക്കോയ്ക്ക് നേരെ തോക്ക് ചൂണ്ടുന്നു. എന്നിട്ട് ക്രിസ് പറയും നീ ഇപ്പോൾ അവിടെ വിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ നിന്നെ വെടിവെച്ച് കൊല്ലുമെന്ന്. അപ്പോഴാണ് സൈക്കോ ഇലിയ അവന്റെ കയ്യിലുള്ള ഒരു കത്തിയെടുത്ത് അലീഷയുടെ കഴുത്തിലേക്ക് വെക്കുന്നത്. അലീഷ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ അലറി കരയുന്നു. തോക്ക് ചൂണ്ടി നിസ്സഹായ അവസ്ഥയോടെ കരഞ്ഞുകൊണ്ട് ക്രിസ് അവിടെ നിൽക്കുന്നു. അങ്ങനെ അലീഷ മുന്നിൽ നിർത്തി ആ സൈക്കോ അവളെയും കൊണ്ട് കുറച്ച് ദൂരേക്ക് പോകുന്നു. അവിടെ വെച്ച് ആ ദുഷ്ടനായി സൈക്കോ ഇലിയ അവളെ ക്രൂരമായി പീഡിപ്പിക്കുന്നു. കണ്ടുകൊണ്ട് ക്രിസ് നിസ്സഹായ അവസ്ഥയോടെ തോക്ക് ചൂണ്ടി അവിടെ നിൽക്കുന്നു. അപ്പോൾ അലീഷയുടെ കയ്യിൽ ആ സൈക്കോയുടെ കത്തി കിട്ടും. ഇത് കാണുന്ന ക്രിസ് പറയും ഓടി ഇങ്ങോട്ടേക്ക് വരാൻ. ആ സമയത്ത് ആ സൈക്കോയുടെ ഒരു സൈക്കോ നായ അത് ക്രിസിന്റെ മുകളിലേക്ക് ചാടി വീഴുന്നു. അതേ സമയത്ത് തന്നെ ക്രിസിന്റെ കയ്യിലുള്ള തോക്ക് പൊട്ടുന്നു. പിന്നെ കാണിക്കുന്നത് അലീഷ കുഴിച്ച ആ കുഴിയിൽ ക്രിസ് കിടക്കുന്നതാണ്. ക്രിസ് കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് അലീഷ അടുത്തുകൊണ്ട് കിടത്തിയിരിക്കുന്നതാണ്. ആ സമയം ക്രിസിനോട് സൈക്കോ ഇലിയ ക്രിസിനോട് പറയും നീ ഒരു മൈനിൽ ചവിട്ടിയാൽ അതിൽ നിന്ന് കാലെടുത്താൽ ആ നിമിഷം നീ പൊട്ടിത്തെറിച്ച് ചാകുമെന്ന്. എനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, കാരണം ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് അണ്ടർമൈൻ ആയിരുന്നു. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഡാനിയൽ ഇവരെ രണ്ടുപേരെയും പറ്റിക്കാൻ വേണ്ടി ചെയ്ത ഒരു ഡ്യൂപ്ലിക്കേറ്റ് അണ്ടർമൈൻ ആയിരുന്നു അതെന്ന്. സൈക്കോ ഇലിയ അവന്റെ നായയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോഴാണ് ക്രിസ് അടുത്ത് കിടന്ന് അലീഷ നോക്കുന്നത്. അവൾക്ക് അനക്കമില്ല, അവളുടെ കഴുത്ത് നിറയെ രക്തമാണ്. അലീഷയെ കെട്ടിപ്പിടിച്ച് അലമുറയിട്ട് കരയുകയാണ് ക്രിസ്. അപ്പോഴാണ് മനസ്സിലാകുന്നത് ക്രിസ് മുമ്പ് വെടിവെച്ചത് കൊണ്ടത് അലീഷയ്ക്കായിരുന്നു. ക്രിസ് അവളെ നോക്കി അലമുറയിട്ട് കരയുന്നു. പിന്നെ കാണിച്ച വേറൊരു സ്ഥലമാണ്. അവിടെ ഒരു അമ്മയും മോളും നിൽക്കുന്നത് കാണിക്കുന്നു. അങ്ങനെ അവർ രണ്ടും വീട്ടിലേക്ക് കയറി പോകുന്നു. ആ സമയം ആരോ ഒരാൾ സഹായം ചോദിച്ച് അങ്ങോട്ടേക്ക് വരുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ ക്രിസ് ആയിരുന്നു. ക്രിസ് അവരോട് പറയും എനിക്ക് വഴി തെറ്റി ഇങ്ങോട്ടേക്ക് വന്നതാണ്, പോരാത്തതിന് എൻ്റെ വണ്ടിയും കേടായി, പറ്റുമെങ്കിൽ ഒരു മാപ്പ് തന്ന് സഹായിക്കാമോ എന്ന്. അവർ പറയും ഓ തരാമല്ലോ, അകത്തേക്ക് വരൂ എന്ന്. അങ്ങനെ ക്രിസ് വീടിനകത്തേക്ക് കയറി പോകുന്നു. പിന്നെ കാണിക്കുന്നത് ആരോ തേനീച്ച കൃഷി നടത്തുന്നതാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ സൈക്കോ ഇലിയയാണ്. അയാളുടെ ഭാര്യയും മകളുമാണത്. ഇലിയയുടെ മകൾ ലീക്കയ്ക്ക് ക്രിസിനെ കണ്ടപ്പോൾ ഒരു ക്രഷ് അടിക്കുന്നു. ലീക്ക പെട്ടെന്ന് തന്നെ ക്രിസിന് മാപ്പ് പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നു. മാപ്പ് കയ്യിൽ കിട്ടുന്ന ക്രിസ് അവരോട് ചോദിക്കുന്നു എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന്. അപ്പോൾ അവർ പറയുന്നു ഇവിടെ അടുത്ത് റെസ്റ്റോറൻ്റ് ഒന്നും ഇല്ല എന്ന്. അന്നേരം ക്രിസ് പറയുന്നു ഇവിടുത്തെ വീടുകളിൽ നല്ല ഭക്ഷണം കിട്ടുമെന്നാണ് പറയുന്നത്, എനിക്ക് തരുമോ എന്ന്. അപ്പോൾ തന്നെ ലീക്ക ക്രിസിനോട് പറയും അതിനെന്താ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തോ എന്ന്. പിന്നെ അവർ ക്രിസിന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. അപ്പോഴേക്ക് നമ്മുടെ സൈക്കോ ഇലിയ വീടിനകത്തേക്ക് കയറി വരുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് വീട്ടിൽ അയാൾ ഒരു പ്യുവർ മനുഷ്യനാണെന്ന്. ഇലിയയുടെ ഭാര്യ കഴിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ക്രിസ് അവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇലിയ ഞെട്ടുന്നു. ക്രിസ് ചെറുചിരിയോടെ ഇലിയ എന്ന് വിളിക്കുന്നു. ഇലിയ ക്രിസിനോട് ചോദിക്കുന്നു നീ എന്താ ഇവിടെ എന്ന്. ഇലിയയുടെ ഭാര്യ ടാനിയ ചോദിക്കും നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ടോ എന്ന്. ക്രിസ് പറയും ഇല്ല, ഞാൻ ഭിത്തിയിലിരിക്കുന്ന ഫോട്ടോ കണ്ട് വിളിച്ചതാണ് എന്ന്. കഴിച്ചുകൊണ്ടിരുന്ന ക്രിസിനോട് ഇലിയ പറയും കഴിച്ചത് മതി, ഞാൻ നിന്നെ കൊണ്ടുവിടാം വരുമെന്ന്. ടാനിയയ്ക്കും ഇലിയയ്ക്കും അത് വല്ലാണ്ട് വിഷമമാകുന്നു. പക്ഷെ മറുത്തൊന്നും പറയാതെ ക്രിസ് ഇലിയയുടെ കൂടെ പോകുന്നു. ക്രിസിനെയും കൊണ്ട് വെളിയിൽ വന്നതിന് ശേഷം ഇലിയ ക്രിസിനോട് പറയും ഇതിൽ നീയും ഞാനും മാത്രം മതി, എൻ്റെ ഫാമിലി ഇതിൽ വേണ്ട. സൈക്കോ ഇലിയ ക്രിസിനോട് പറയും നീ ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റ് ട്രാവൽ ചെയ്ത ആളൊഴിഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ വാ, അവിടെ ഞാനും നീയും മാത്രം. അങ്ങനെ ക്രിസ് അയാൾ പറഞ്ഞനുസരിച്ച് കാറെടുത്ത് അവിടെ നിന്ന് പോകുന്നു.
സൈക്കോ ഇലിയ ഓടി വന്ന് അവൻ്റെ പട്ടിയെ വീടിന് മുമ്പിലേക്ക് അഴിച്ചുവിടുന്നു. സൈക്കോ ഇലിയ ഒരു റൂമിൽ ഒറ്റയ്ക്ക് വന്ന് കുറച്ചു നേരം ഇരിക്കുന്നു. അത്രയും നേരം അയാൾ അഴിച്ചുവിട്ട പട്ടിയുടെ കുര കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് അത് നിന്നു. സൈക്കോ ഇലിയ പട്ടിയുടെ പേര് വിളിച്ച് വീടിന് വെളിയിലേക്ക് ഓടുന്നു. അപ്പോഴാണ് നമ്മുടെ ക്രിസ് ചോരയിൽ കുളിച്ച് കിടക്കുന്ന ആ പട്ടിയെയും കൊണ്ട് വീടിൻ്റെ വേറൊരു ഡോറിലൂടെ കയറി അകത്തേക്ക് വരുന്നത്. അത് കാണുന്ന ടാനിയും ലിക്കയും പട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ക്രിസിനോട് ചോദിക്കുന്നു. അപ്പോൾ ക്രിസ് പറയുന്നു പട്ടി റോഡിന് കുറുകെ ചാടിയപ്പോൾ വണ്ടി തട്ടിയതാണ് എന്ന്. അപ്പോഴാണ് വേറൊരു സീൻ കാണിക്കുന്നത്. പട്ടിയെ തപ്പിപ്പോയ ഇലിയെ കാണുന്നത് അവൻ്റെ വീടിൻ്റെ വഴിയിൽ തന്നെ പട്ടിയുടെ ചോര കിടക്കുന്നതാണ്. അത് കാണുന്ന സൈക്കോ ഇലിയക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്. അയാൾ ഭയത്തോടെ ടാനിയ ലിക്ക എന്ന് വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടുന്നു. വീട്ടിൽ കയറി ചെല്ലുന്ന സൈക്കോ ഇലിയ ഞെട്ടുന്നു. ചോരയിൽ കുളിച്ചു കിടക്കുന്ന അവൻ്റെ നായ അതിന് തൊട്ടടുത്തായി ടാനിയയും ലിക്കയും കരയുന്നു. അതിൻ്റെ അപ്പുറത്തായി ക്രിസ് അവനെ നോക്കി നിൽക്കുന്നു. സൈക്കോ ഇലിയ ക്രിസിനെ കൊല്ലുമടാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ തോക്കെടുക്കാൻ വേണ്ടി പോകുന്നു. അപ്പോഴേക്കും ക്രിസ് അങ്ങോട്ടേക്ക് എത്തുന്നു. സൈക്കോ ഇലിയ ക്രിസിൻ്റെ നേരെ തോക്ക് ചൂണ്ടുന്നു. പക്ഷേ ക്രിസിൻ്റെ കയ്യിലും തോക്കുണ്ടായിരുന്നു. അവൻ അതെടുത്ത് സൈക്കോ ഇലിയയുടെ 2 മുട്ടിനും വെടിവെക്കുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ടാനിയും ലിക്കയും വരുന്നു. അത്രയും നേരം ടാനിയോടും ലിക്കയോടും മാന്യമായിട്ടാണ് ക്രിസ് പെരുമാറിയത്. ക്രിസ് പെട്ടെന്ന് ലിക്കയോട് പറയും അവനെ എടുത്തുകൊണ്ട് പോടി വൃത്തികെട്ടവളയെന്ന്. ടാനിയയും ലിക്കയും പേടിച്ചു വരണ്ട് സൈക്കോ ഇലിയെ കൊണ്ട് അകത്തേക്ക് പോകുന്നു. എന്നിട്ട് സൈക്കോ ഇലിയെ ഒരു സോഫയിലേക്ക് കൊണ്ടിരുത്തുന്നു. ക്രിസ് ടാനിയോട് പറയും ഒരു മൂലയിലേക്ക് പോയിരിക്കാൻ. എന്നിട്ട് ലിക്കയോട് പറയും നിന്റെ അമ്മയെ പോയി കെട്ടിയിടാൻ. ലിക്ക പേടിച്ചു വരണ്ട് ക്രിസ് പറയുന്നത് പോലെ തന്നെ അവളുടെ അമ്മയെ കെട്ടിയിടുന്നു. സൈക്കോ ഇലിയ കരഞ്ഞുകൊണ്ട് ക്രിസിനോട് പറയും നീ എന്നെ കൊന്നിട്ട് പൊക്കോ, അവരെ ഒന്നും ചെയ്യരുതെന്ന്. അപ്പോൾ ക്രിസ് പറയും ഞാൻ എന്തിനാ നിന്നെ കൊല്ലുന്നതെന്ന്. പിന്നെ കാണിക്കുന്നത് ക്രിസ് അവിടെ കിടന്നിരുന്ന ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്ന് ആരുടെയാണെന്ന് ടാനിയോടും ലിക്കയോടും ചോദിക്കുന്നു. ലിക്ക കരഞ്ഞുകൊണ്ട് പറയും അത് എൻ്റേതാണെന്ന്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സൈക്കോ ഇലിയ പറയും ഞാനന്ന് മദ്യപിച്ച് വന്നുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് എന്ന്. ഇത് കേൾക്കുന്ന ക്രിസ് പറയും എങ്കിൽ എനിക്കും മദ്യപിച്ചാൽ മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ എന്ന്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കുപ്പിയിലെ മദ്യം എടുത്ത് ക്രിസ് കുടിക്കുന്നു. അവൻ കുടിച്ചതിന് ശേഷം നിർബന്ധിച്ച് ടാനിയെ കൊണ്ടും ലിക്കയെ കൊണ്ടും അവൻ കുടിപ്പിക്കും. എന്നിട്ട് സൈക്കോ ഇലിയോയുടെ വെടികൊണ്ട മുറിവിലേക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുന്നു. സൈക്കോ ഇലിയ വേദന കൊണ്ട് അലറുന്നു. എന്നിട്ട് ക്രിസ് ലിക്കയെ പിടിച്ച് അവൻ്റെ അടുക്കൽ കൊണ്ട് നിർത്തുന്നു. ക്രിസ് അവൾക്ക് നേരെ തോക്ക് ചൂണ്ടിയിട്ട് അവളുടെ ഡ്രസ്സ് വലിച്ചൂരുന്നു. അവൾക്ക് അത് അയച്ചു കൊടുക്കേണ്ടി വരുന്നു. എന്നിട്ട് ക്രിസ് ആ ഡ്രസ്സ് വലിച്ചെറിയുന്നു. എന്നിട്ട് ലീക്കയോട് പറയുന്നു ആ ഡ്രസ്സ് ഒരു നായയെ പോലെ കടിച്ചെടുത്തോണ്ട് വന്ന് എൻ്റെ തരാൻ. സൈക്കോ ഇലിയ അലീഷയോട് പറഞ്ഞതുപോലെ തന്നെ ലീക്ക കരഞ്ഞുകൊണ്ട് ടാനിയുടെ അടുക്കൽ പോയി കരയുന്നു. ക്രിസ് ആ ഡ്രസ്സ് എടുത്ത് സൈക്കോ ഇലിയയുടെ വായിലേക്ക് കുത്തിയിറക്കുന്നു. അതിനുശേഷം ക്രിസ് ടാനിയുടെ അടുക്കലിരുന്ന ലീക്കയെ പിടിച്ചു വലിച്ചുകൊണ്ട് വരുന്നു. ടാനിയോടും ലീക്കയോടും ക്രിസ് പറയുന്നു എനിക്ക് ഒരു സുന്ദരി കൂട്ടുകാരി ഉണ്ടായിരുന്നു, അവളെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. അവളെ ചുമന്നുകൊണ്ട് ഞാൻ മൈലുകൾ നടന്നു, പക്ഷെ ആരും രക്ഷിക്കാൻ വന്നില്ല. അതിനുശേഷം കാണിക്കുന്നത് സൈക്കോ ഇലിയയുടെ മുമ്പിലിട്ട് ലീക്കയെ അവൻ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. ലീക്ക കരയുന്നു. അപ്പോൾ ക്രിസ് പറയും സൈക്കോ ഇലിയക്ക് അവൻ്റെ ഇരകൾ ഇങ്ങനെ അലയ്ക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സൈക്കോ ഇലിയോട് ക്രിസ് പറയും ഓർക്കുന്നില്ലേ നമ്മൾ ഒരു ഗെയിം കളിച്ചത്? എന്നിട്ട് പറയും നമ്മൾക്കൊരു ഗെയിം കളിക്കാം. ഗെയിം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ തോക്കിലെ എല്ലാ ഉണ്ടകളും മാറ്റും, പക്ഷെ ഒരു ഉണ്ട അതിൽ തിരിച്ചിടും. ഞാൻ ഓരോ വട്ടം ട്രിഗർ വലിക്കുമ്പോഴും നീ അൺട്രസ്റ്റ് ചെയ്യണം. ക്രിസ് പറയും എപ്പോൾ ട്രിഗർ വലിക്കുമ്പോഴാണ് ഗൺ പൊട്ടുന്നത് പിന്നെ നീ ലക്കിയാണ്, കാരണം പിന്നെ നിനക്ക് അൺട്രസ്റ്റ് ചെയ്യേണ്ടി വരില്ല. ഇത് കാണുന്ന സൈക്കോ ഇലിയ പറയും നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ എൻ്റെ മകളെ വിടാൻ. അപ്പോൾ ക്രിസ് ചോദിക്കും നീ അപ്പോൾ അവളെ പീഡിപ്പിച്ചതോ എന്ന്. ക്രിസ് ഒരു ഭ്രാന്തനെ പോലെ ലിക്കയുടെ തലയുടെ നേരെ ഗൺ ചൂണ്ടി നിൽക്കുന്നു. ക്രിസ് എന്നിട്ട് സൈക്കോ ഇലിയോട് ചോദിക്കുന്നു നീ അവളെ പീഡിപ്പിച്ചില്ലേ എന്ന്. സൈക്കോ ഇലിയ കരഞ്ഞുകൊണ്ട് പറയും അതെ ഞാൻ പീഡിപ്പിച്ചു എന്ന്. ക്രിസ് ലിക്കയുടെ തലയുടെ നേരെ വെച്ച് ട്രിഗർ വലിക്കും, പൊട്ടില്ല. അവളെ കൊണ്ട് അൺട്രസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. 2ാമത്തെ ട്രിഗർ വലിക്കുന്നു, അതും പൊട്ടിയില്ല. അവൾ അൺട്രസ്റ്റ് ചെയ്യുന്നു. 3ാമത്തെ ട്രിഗറിൽ ഗൺ ഷോട്ട് ആവുന്നു. ലീക്കയുടെ തലയിലൂടെ ബുള്ളറ്റ് കയറി ഇറങ്ങി ചോര തെറിച്ച് അവളവിടെ മരണപ്പെട്ട് വീഴുന്നു. ക്രിസ് ഞെട്ടിത്തരിച്ച് ബാക്കിലേക്ക് പോകുന്നു. ടാനിയോടെ കരച്ചിൽ കാണുമ്പോഴാണ് ക്രിസിന് മനസ്സിലാവുന്നത് ഇപ്പോൾ താനും സൈക്കോ ഇലിയെ പോലെ ഒരാളായി എന്ന്. തൻ്റെ കൂട്ടുകാരി അലീഷയെ പീഡിപ്പിച്ചതിന് പ്രതികാരം ചെയ്യേണ്ടിയിരുന്നത് സൈക്കോ ഇലിയോടാണ്. പക്ഷെ താൻ കൊന്നത് ഒരു പാവത്തെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ നിലത്തിരുന്ന് പോവുകയാണ്. ഈ സിനിമ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ സിനിമകൾ കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഓക്കെ ബൈ. സിനിമ ടോക്ക് മച്ചു.